السلام عليكم ورحمة الله وبركاته. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. وقد قال الله سبحانه وتعالى في كلامه العزيز: بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. صدق الله مولانا العظيم. ആദരണീയരായ ഉലമാക്കളെ, ദീനീ കൂട്ടുകാരെ, ദീനിന്റെയും ദീനീ കലാലയങ്ങളുടെയും എല്ലാം മനോഹര കാഴ്ചയാകുന്ന ഇൽമിൻ്റെ വിജ്ഞാന മേഖലകൾ കഴിഞ്ഞുകൂടുന്ന കുസുമങ്ങൾ, നമ്മളുടെ ഉമ്മമാർ, നമ്മളുടെ സഹോദരിമാർ, എല്ലാവരുടെയും ഒരു മാനസികമായ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും അയവിറക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ട ഈ മജ്‌ലിസിൽ തങ്ങളെ സംബന്ധിച്ച് നാം ഓരോരുത്തരും ഉണരുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതാണ് തങ്ങളുടെ ഏറ്റവും തങ്ങളുമായി ബന്ധപ്പെട്ട കർത്തവ്യ നിർവഹണത്തിൽ പ്രകടമായി നിൽക്കുന്ന ഒന്നാമത്തെ ദൗത്യം, അഥവാ നിബിധങ്ങളോടുള്ള മഹബത്ത്, അത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വസ്തുവായി കണക്കാക്കപ്പെടുവാനും നമ്മളുടെ ജീവനേക്കാൾ പ്രാധാന്യത്തോടുകൂടി അതിനെ കൊണ്ടു നടക്കുവാനുമുള്ള ഒരു പ്രത്യേകമായ വിശേഷ ഗുണമാണ് ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളോടുള്ള മഹബത്ത് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാവുകളിലൂടെയും നമ്മളുടെ അവയവങ്ങളിലൂടെയും പ്രകടമാക്കുന്ന ഒരു വസ്തുതയാണെന്നുള്ള യാഥാർത്ഥ്യം ഉണരുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെതായ അടിസ്ഥാന തത്വത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് ജീവിച്ചത്, തങ്ങളുടെ വ്യവസ്ഥ, തങ്ങളുടെ നിയോഗം എന്തിനു വേണ്ടിയിട്ടാണ്, ഇതൊന്നും വിശദീകരിക്കപ്പെടേണ്ട ഒരു സദസ്സോ സന്ദർഭമോ സാഹചര്യമോ അല്ല. അതുമായി മാനസികമായി ഇഴുകിച്ചേരുന്ന ചില മനസ്സുകളുടെയും അതേപ്രകാരം അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിത ശിരോമണികളുടെയും ഈ സദസ്സിൽ അതൊരു വിഷയമായി വിശദീകരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇന്ന് നമുക്ക് ആവശ്യമായത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാണ്. തങ്ങളുടെ മാതൃകയോടുകൂടിയുള്ള ജീവിതം ലോകത്തുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന വലിയ ഒരു ലക്ഷ്യമാണ് ഇന്നത്തെ സമൂഹത്തിന്, ലോകത്തിന് ആവശ്യമായി. ലോകത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് മനുഷ്യ കുടുംബത്തെയാണ്, മനുഷ്യനെയാണ്, മാനവികതയാണ് എന്ന് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും തൻ്റെ കുടുംബത്തിൻ്റെ അല്ല തൻ്റെ കുടുംബാംഗങ്ങളായി കാണുന്നത് പോലെ കണ്ട് സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് കരുണ കാണിച്ച് വിനയം കാണിച്ച് ഈ സമൂഹത്തിന്റെ നെറുകയിലേക്ക് മനുഷ്യ മനസ്സുകളെ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വത്തിന്റെ സീറത്ത് അല്ലെങ്കിൽ അവരുടെ ചരിത്രം അയവിറക്കപ്പെടുമ്പോൾ നമ്മൾ ഇന്ന് ലോകം ആവശ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ വളരെ നിർണായകമായ ചില ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് നിബിധങ്ങളുമായി നാം ഈ കാര്യത്തെ ചേർക്കേണ്ടത്. നിബിധങ്ങളോടുള്ള മഹബത്ത്, നിബിധങ്ങളോടുള്ള സ്നേഹം, ഇത് ഈമാനിന്റെ ഭാഗമാണ്, ഇബാദത്തിന്റെ ഭാഗമാണ്. അതൊരു ഐച്ഛികമായ കാര്യമല്ല, അല്ലെങ്കിൽ അത് നമുക്ക് ഏതെങ്കിലും സമയത്ത് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം മാത്രമല്ല. നമ്മളുടെ മുഴുവൻ കർമ്മരംഗങ്ങളിലും ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞത്
പറഞ്ഞതുപോലെ 2 നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. ആ നിർദ്ദേശങ്ങൾക്ക് മാനദണ്ഡം കൽപ്പിക്കപ്പെടുകയുണ്ടായി. ഈ രാജ്യത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് മാനവികതയെ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ അവർ സ്വീകരിച്ചു പോകുന്ന നയം, ആ നയത്തെ സംബന്ധിച്ചാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും നാം കരുണ കാണിക്കുക, ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളോടും കരുണയോടുകൂടി പെരുമാറുക. ഇത് നബവി സിദ്ധാന്തമാണ്, നബവി ചര്യയാണ്. ആരെയും അകറ്റി നിർത്താൻ രണ്ടാമത്തെ നിർദ്ദേശം പറഞ്ഞത് തന്നെയാണ്, ചേർത്ത് പിടിക്കാൻ. എല്ലാ മനുഷ്യരെയും, മനുഷ്യ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നമ്മളുടെ കുടുംബമായി, നമ്മുടെ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും ഒരു കുടുംബാംഗമായി, ഒരു കുടുംബത്തിലെ വ്യത്യസ്തമായ ഘടകങ്ങളായി മനസ്സിലാക്കാൻ അത് നമുക്ക് സാധിച്ചാൽ അതാണ് നിബിധങ്ങളുടെ മഹബ്ബത്തിലൂടെ, ഇത്തിബാഇലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അൽ ഖൽഖു റിയാദുല്ലാഹ്. ലോകത്ത് കാണുന്ന മുഴുവൻ ചരാചരങ്ങളും അല്ലാഹുവിന്റെ കുടുംബമാണ്. അല്ലാഹുവിന്റെ കുടുംബത്തിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായവരാരാണ്? മൻ അഹ്സന ഇലാ ഇയാലിഹി. അല്ലാഹുവിന്റെ കുടുംബത്തിനോട് കരുണ കാണിക്കുന്നവരാണ്, സഹതാപം കാണിക്കുന്നവരാണ്, ചേർത്ത് പിടിക്കുന്നവരാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സമൂഹമെന്ന് അല്ലാഹുവിന്റെ വാക്കുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഇന്ന് ലോകം കാണുന്ന ചില ഭാഗികമായ അവസ്ഥകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിഭിന്നമായ വ്യത്യസ്തമായ നയങ്ങളെ സംബന്ധിച്ച്, അവർ സ്വീകരിച്ചു പോകുന്ന രീതികളെ സംബന്ധിച്ച് ബഹുമാനായ ഉസ്താദുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതൊരു ജമീയത്തുൽ ഉലമാ ഹിന്ദ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മാത്രം ഘടകമല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിവേദനം ചെയ്ത അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ വസ്തുക്കളുടെയും അടിസ്ഥാനപരമായ തത്വമാണ്. അത് ഉലമാക്കൾ അതിന്റെ നേതൃത്വം ഏറ്റെടുത്ത് കഴിയുമ്പോൾ തീർച്ചയായും അതിന് മഹനീയതയുണ്ടാകും. ലക്ഷക്കണക്കിന് പണ്ഡിത ശിരോമണികളാണ് ഈ രാജ്യത്ത് മാനവികതയെ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി എക്സ് എന്നോ വൈ എന്നോ ഇസഡ് എന്നോ വേർതിരിച്ചു നിർത്താതെ മുഴുവൻ അംഗങ്ങളും ഈ രാജ്യത്തിന്റെ ഞങ്ങളാണ്, ഞങ്ങൾ നടപ്പിലാക്കും. ഇന്ത്യൻ ഭരണഘടന എടുത്തു നോക്കിയാൽ ഞങ്ങൾ ഈ കാര്യം ഏറ്റെടുത്ത് നടക്കുമെന്നുള്ള അതിന്റെ ആമുഖം. ഞങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? മനുഷ്യരാണ്. ഈ ലോകത്ത് മാനുഷികതയും മാനവികതയും ചേർത്ത് പിടിക്കാനുള്ള സിദ്ധാന്തത്തെ സംബന്ധിച്ചാണ് രാജ്യം നമ്മളോട് സംബോധന ചെയ്യുന്നത്. രാജ്യത്തിന്റെ ഭരണഘടന നമ്മളോട് നിർദ്ദേശിക്കുന്നത്. ആ ഭരണഘടനയുടെ സിദ്ധാന്തമാണ് ഞാൻ ആമുഖമായി ഓതി വെച്ചത്. യാ അയ്യുഹന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സ്മരിക്കുമ്പോൾ, തങ്ങളുടെ ചര്യകളെ സംബന്ധിച്ച് ഉണർത്തപ്പെടുമ്പോൾ ഈ ലോകം മുഴുവൻ ഭീകരതയുടെയും തീവ്രതയുടെയും അരാജകത്വത്തിന്റെയും അനീതിയുടെയും കൊള്ളയുടെയും കവർച്ചയുടെയും അസത്യത്തിന്റെയും വഴികളിലേക്ക് മുഴുവൻ ഭരണസിരാ കേന്ദ്രങ്ങളിൽ കൂപ്പുകുത്തി കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യം മാത്രമല്ല, ഇന്ത്യയിൽ മുസ്ലിമീങ്ങളോട് മാത്രമാണോ അനീതി കാണിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളോട് മാത്രമാണോ അനീതി കാണിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് അനീതി കാണിക്കുന്നത് സത്യത്തിനെ ചിന്തിക്കുന്ന, നീതിയെ ഇഷ്ടപ്പെടുന്ന, സമാധാനകാംക്ഷികളായ മുഴുവൻ മനുഷ്യരോടും അനീതി കാണിക്കുകയാണ്. അവർ മനുഷ്യരോട് മാത്രമല്ല, അവർ ആരാധിക്കുന്ന ദൈവങ്ങളോട്, സൃഷ്ടികളോട് അവർ അനീതി കാണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം ചില്ലറ വർഷങ്ങളായി കേരളക്കരയിലെ എത്ര ദേവസ്വം ബോർഡുകളിലെ അനീതികൾ ലോകത്ത് പ്രകടമായി കാണിക്കുന്നില്ല. വഖഫ് ബോർഡിൽ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിസ്ത്യൻ സഭകളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ രാജ്യം ഭരിക്കുന്ന ഭീകരന്മാർ, തീവ്രവാദികൾ, അത് രാമന്റെ സമ്പത്തിനെ കവർച്ച ചെയ്തവരാണ്. എന്തിനു പറയാൻ കഴിയാത്തത്? ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോ ഇന്ത്യൻ ഭരണഘടനയെ ക്രോഡീകരിക്കപ്പെട്ട ആ അംബേദ്കറുടെ കുടുംബത്തിൽപ്പെട്ട ഒരംഗത്തെ, ആ അംഗം സംസാരിച്ചു പോയ സ്റ്റേജിനെ ശുദ്ധീകരണം ചെയ്ത ഭീകരവാദികളുടെ കേന്ദ്രമായിട്ട് ഈ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ആവശ്യമായത് മാനവികതയാണ്, മനുഷ്യനെയാണ് നമുക്ക് ആവശ്യം. നിബിധങ്ങൾ മനുഷ്യനെയാണ് കൈക്ക് പിടിച്ചു ചേർത്തത്. യാ അയ്യുഹന്നാസ് എന്ന് പറയുന്ന സംബോധന ഏതെങ്കിലും ഒരു സമൂഹത്തെയല്ല, ഈ ലോകത്ത് ആദമിന്റെ മക്കളായി രാജ്യത്തുനിന്ന് മാത്രമല്ല, ലോകത്തുനിന്ന് മാത്രമല്ല, എവിടെയെല്ലാം മനുഷ്യ സമൂഹമുണ്ടോ ആ മനുഷ്യ സമൂഹമെല്ലാം നിങ്ങൾ എല്ലാവരും ഒരേ പിതാവിന്റെയും ഒരേ മാതാവിന്റെയും സന്താന പരമ്പരകളാണ് എന്ന് ഉച്ചയിത്തരം പ്രഖ്യാപിക്കുന്ന നയപ്രഖ്യാപനം
നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? നിങ്ങളുടെ മാനസികമായ കൂട്ടായ്മയാണ്. ഉപ്പയെന്നില്ല, ഉമ്മയെന്നില്ല. ഈ രാജ്യത്തിന് മാത്രമല്ല, ലോകത്തെവിടെയെല്ലാം മനുഷ്യരുണ്ടോ ആ മനുഷ്യരെല്ലാം ഒന്നായി കാണാൻ മനുഷ്യനെ തീരികളായ സയനിസ്റ്റ് വിഭാഗത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ട്രംപ് പോലെയുള്ള മനുഷ്യന്മാർ അവർ പിഞ്ചോമന മക്കളുടെ മാംസം ധരിച്ചിട്ടാണ് അവർ ഇന്ന് ഈ ഭരണഘടന രൂപീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നിശ്ചയിക്കുന്ന നിശാദ കാര്യമല്ല. ഇസ്രായേലിന്റെയോ അല്ലെങ്കിൽ ഫലസ്തീന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ മാത്രം കാര്യമല്ല. ലോകത്തെ സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിന്റെ നേതാക്കന്മാരെന്നോ ഭരണകർത്താക്കളെന്നോ അവിടെ ഇവിടെ പറയപ്പെടുകയുണ്ടായി. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. സംഗതി ശരിയാണ്. അവരുടെ കടകളിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സ്വീകരിച്ച നയമുണ്ടായിരുന്നു. ഇന്ത്യ രാജ്യം സമാധാനത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കുകയുള്ളൂ എന്ന ഒരു നയപ്രഖ്യാപനം ഏകദേശം കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യത്തിലുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അത് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ള സമുന്നതന്മാരായ ആൾക്കാർ സംസാരിച്ചിട്ട് പോയ ആ സ്റ്റേജിനെ ശുദ്ധിനാശം ചെയ്തുകൊണ്ട് രാജ്യത്തെ മുഴുവനും ലോക മനസാക്ഷിയുടെ സ്ഥിരാകേന്ദ്രങ്ങളിൽ അവഹേളിച്ച് ആർക്കിച്ചു തുപ്പിക്കുന്നതിന് സമാനമായതിനെ കുറിച്ചുള്ള ഭീകര താണ്ഡവമാണെന്ന ഇന്ത്യൻ ഭരണയുടെ ബലത്തിന്റെ പ്രത്യേകിച്ചും UP സർക്കാരുകളായ നിലപാടുകൾ അതിനു വേണ്ടിയിട്ട് ഒത്താശ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സമൂഹത്തിന്റെ നിയമപാലകന്മാരായ ആൾക്കാർ അവരാരുമാകട്ടെ ഒരുവൻ പ്രശ്നമല്ല. പക്ഷെ ഇന്ന് നാം ആഗ്രഹിക്കുന്നത് നബിതങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ ലോകത്ത് ആവശ്യമായി തീരുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും മനുഷ്യനെ തിന്ന്, മനുഷ്യനെ വിറ്റ്, മനുഷ്യ വികാരങ്ങളെ കാശിന് പൈസയ്ക്ക് വേണ്ടിയിട്ട്, അഭിമാനത്തിന് വേണ്ടിയിട്ട് മാത്രം കൊന്നുകളയുന്ന ഈ സയനിസ്റ്റ് വിഭാഗത്തിന്റെ നിഗൂഢമായ നീക്കങ്ങൾ മനുഷ്യത്വരഹിതമാണ്. ആ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങള് ശബ്ദമുയർത്താൻ ഇന്ത്യക്ക് ആർജവമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള മഹത്തുക്കൾ അല്ലാഹു ഉയർന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. പറയുമായിരുന്ന പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നു. ഇന്ന് ആ മാനവികതയുടെ പോയി. ഇന്ന് അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ മേഖലകളല്ല നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് പോലെയല്ല. ഇന്ത്യയെ മാത്രം ഓർത്ത് കരഞ്ഞിട്ട് മതിയായില്ല. ലോക മനുഷ്യരെ ഓർക്കുവാനും ലോക മനുഷ്യരെ ഒരു മാലയിലെ മുത്തുകളായി അണിനിരത്തുവാനും അവരുടെ മതമോ രാജ്യമോ അവരുടെ നിറമോ അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ സംസ്കാരമോ ഒന്നും നമുക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങളല്ല. ആ അടിസ്ഥാനപരമായ കാര്യങ്ങൾ രൂപപ്പെടുന്നതിന് ഏറ്റവും പ്രകടമായ അനിവാര്യമായ വിഷയം മനുഷ്യനാണ്, മനുഷ്യ കുടുംബമാണ്. മനുഷ്യ കുടുംബത്തെ തകർക്കാൻ ആര് തുനിഞ്ഞാലും ശരി അവർക്ക് നാം അവസരം നൽകുകയില്ല എന്നുള്ള നയപ്രഖ്യാപനമാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആകെ സാരമെന്ന് നാം മനസ്സിലാക്കുന്നുവെങ്കിൽ ആ പ്രവണതയും ആ സിദ്ധാന്തവും ലോകത്ത് നൽകിയ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളെ ഓർക്കുന്ന, തങ്ങളെ അയവിറക്കുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങളും ഒരു മനുഷ്യനായി ജീവിക്കാൻ തയ്യാറാണ്. എന്നെ പോലെ, നിങ്ങളെ പോലെ, ഇന്ത്യ രാജ്യത്തിലുള്ള മനുഷ്യന്മാരെ പോലെ മുഴുവൻ ലോകത്തുമുള്ള മനുഷ്യന്മാർ ഭീകരതയെ അവഗണിക്കണം, തീവ്രതയെ അവഗണിക്കണം, മത തീവ്രതയെ വലിച്ചെറിയണം. എന്നിട്ട് സത്യം, സമാധാനം, നീതി ഇത് മൂന്നും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അർഹതപ്പെട്ടതാണ്. അത് വകച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നാം അടരാടലും പോരാടലും സുന്നത്തു നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ മഹബ്ബത്തിന്റെ ഏറ്റവും പ്രകടമായ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അഥവാ നബിതങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഏറ്റവും പ്രകടമായ ഒന്നാമത്തെ ഉത്തരവാദിത്തം ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ബഹുമാനനായ ഉസ്താദ് അവർ ഇബാദത്തിനെ പറ്റി പറഞ്ഞപ്പോ അത് ദീനാണോ, അത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടതാണോ? തീർച്ചയായും അതിന് ചില ഉദാഹരണങ്ങൾ ഉസ്താദ് പറയുകയുണ്ടായി. അല്ലാഹു ബുലാകുമാറാകട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഉമ്മത്തിന്റെ സമുദായത്തിന് ലോകത്തിന്റെ എല്ലാ മേഖലയിലും ഉമ്മത്തിന്റെ ഫിക്റിലായി, മനുഷ്യ ജീവിതത്തിന്റെ ഫിക്റിലായി കഴിഞ്ഞുകൊള്ളുന്ന മഹത്തുക്കളാണ് അവരൊക്കെ. അവരോടൊപ്പം എത്തിച്ചേരാൻ നമുക്കാർക്ക് സാധ്യമാകില്ല. അവരുടെ വിഭാഗത്തുകൾ, അവരുടെ ചിന്താമണ്ഡലങ്ങൾ ഇന്ന് ലോകത്തിന് അനിവാര്യമായതാണ്. ഇതിന്റെ പേരിൽ നിബിധങ്ങളെ ഓർക്കുന്ന ഈ മജ്‌ലിസിൽ ഞാൻ ഒറ്റ ഭാഗമായി
പരിശുദ്ധ ഖുർആനല്ലാത്ത ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ മനുഷ്യ സമൂഹത്തെ സംബോധന ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാകുമോ? ഉണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ലോകത്തേത് വേദഗ്രന്ഥമാകട്ടെ, അത് നിർവീര്യമാക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളാകട്ടെ, അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടിപ്പിനാൽ ഉണ്ടാക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളാകട്ടെ, അല്ലെങ്കിൽ നിഘണ്ടുക്കളാകട്ടെ, ഏത് കാര്യങ്ങളായാലും ശരി, മനുഷ്യനെന്നാണ് എന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും സിദ്ധാന്തം എവിടെയെങ്കിലും മതം നിർദ്ദേശിക്കുന്നതായി കാണാൻ സാധിക്കുമെങ്കിൽ അത് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തോട് സംസാരിക്കുന്നവരാണ്. തങ്ങൾ ലോകം മുഴുവനും ജീവിച്ചിരിക്കുന്നവരാണ്. തങ്ങൾ ലോകത്തിന്റെ എല്ലാ മനോമുഖരങ്ങളിലും എന്നും ആവർത്തിച്ച് ഉരുവിടപ്പെടുന്നവരാണ്. 5 നേരത്തെ നമസ്കാരം നിറവേറ്റപ്പെടുന്ന ഓരോ കോടിക്കണക്കായ മനുഷ്യന്മാരും അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഫർദ് ഐനാണ്, നിർബന്ധമാണ്. ആ നബിതങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ നിറവേറ്റാതെ നമസ്കാരം സഹിയാകില്ല. അതേ പ്രകാരം മറ്റ് യാതൊരു കർമ്മങ്ങളും സഹിയാകാത്തതിനെയും ഇത്രമാത്രം അന്തർലീനമായി ഓരോ മനുഷ്യരുടെയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ജീവനേക്കാൾ എനിക്ക് എന്റെ ഹബീബ് പ്രിയങ്കരനായി തീരുമ്പോഴാണ് ഞാൻ യഥാർത്ഥ ഭൂമിയായി തീരുക എന്ന് എന്റെയും നിങ്ങളുടെയും നേതാവ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമറേ, നീ ഇപ്പോഴാണ് യഥാർത്ഥമായ സമ്പൂർണമായ ഈമാനിന്റേതായ മാധുര്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ സമ്പത്തിനേക്കാൾ, എന്റെ മക്കളെക്കാൾ, എന്റെ കുടുംബത്തെക്കാൾ, സമ്പത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞപ്പോ ആ വാക്കിനെ തീർത്തിക്കൊണ്ട് നിബിധങ്ങളുടേതായ മറുപടി കേട്ടിട്ടാണ് പറഞ്ഞത്, എനിക്ക് എന്റെ ജീവനേക്കാൾ, എന്നേക്കാൾ എന്റെ ഹബീബ് എനിക്ക് പ്രിയങ്കരമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽആമയ ഉമർ, അല്ലേ ഉമറേ, നിന്റെ ഈമാനികമായ സമ്പൂർണ്ണത ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും ലയിച്ചു ചേർന്നിരിക്കുന്ന ജീവനേക്കാൾ പ്രിയങ്കരമായി നമ്മൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, നമ്മുടെ വിവാദത്തിന്റെ ഘടകമാകുന്ന ഒരു നിമിഷങ്ങളെ ഏതെങ്കിലും ഒരു മാസത്തിലോ ദിവസത്തിലോ അല്ലെങ്കിൽ സന്ദർഭങ്ങളിലോ ദിവസങ്ങളിലോ മാത്രം സ്മരിക്കപ്പെടുന്ന വ്യക്തിത്വമല്ല മുഅ്മിൻ. അവന്റെ ജീവിതത്തിൽ അവന്റെ ഈമാനികമായ ദർപ്പണം, അവൻ അല്ലാഹുവിനെ ഓർക്കുമ്പോഴെല്ലാം നിമിഷങ്ങളെയും ഓർക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നിമിഷങ്ങളുടെ റിസാലത്ത്, നബുവത്ത്, മാംസത്തിലും മജ്ജയിലും ജീവനേക്കാൾ ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരു സമൂഹം ഈ ലോകത്ത് ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ലോക മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യനും നീതി വേണം. അവന് സ്വതന്ത്രമായി സംസാരിക്കാനുള്ള അവകാശം ഉണ്ടാകണം. അവന് ഈ ലോകത്ത് ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാകണം. അവൻ എന്ത് വസ്ത്രം ധരിക്കണം അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. ഇത് നാനുകളും ഏതെങ്കിലും മൃഗങ്ങളെയും മറ്റുള്ള വസ്തുക്കളെയും ഒക്കെ ആദരിക്കപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ നിരാകരിക്കപ്പെടുന്നത് പോലെ നമ്മൾ ഇന്ന് ലോകത്ത് പെരുമാറേണ്ടവരല്ല. മുഅ്മിനീങ്ങളായ സത്യത്തിന്റെ, സമാധാനത്തിന്റെ, മാനവികതയുടെ കേന്ദ്ര ബിന്ദുക്കളെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെയും നിർബന്ധമായ ബാധ്യതയാണ് അവരെ ഈമാനാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശേഷമായ ഇബാദത്തല്ല പ്രതീക്ഷിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മനുഷ്യ കുടുംബത്തെ ഒരു കുടുംബമായി കാണാൻ, നിങ്ങളെ ഗോത്രങ്ങളാക്കിയത്, നിങ്ങളെ കുടുംബങ്ങളാക്കിയത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് മനുഷ്യ കുടുംബത്തെ ഇങ്ങനെ ഇപ്രകാരം കുടുംബങ്ങളും ഗോത്രങ്ങളുമാക്കി നിശ്ചയിച്ചത്? പരിചിതമായ ഒരു ജീവിതം നിങ്ങളുടെ ദുനിയാവിന് അനിവാര്യമാണ്. ആ അനിവാര്യതയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് കുടുംബം നൽകിയത്, നിങ്ങൾക്ക് ഗോത്രം നൽകിയത്. മറിച്ച് വേറെ യാതൊരു വിധത്തിലുള്ളതായ അടിസ്ഥാനത്തിന്റെ പേരിലല്ല, ഭീകരതയുടെ പേരിലല്ല, തീവ്രതയുടെ പേരിലല്ല, മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല. മനുഷ്യനാണ്. ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും ഒരു അച്ഛന്റെയും ഒരു അമ്മയുടെയും മക്കളാണ്. ആ കുടുംബത്തെ തകർക്കാൻ വിചാരിച്ചാൽ ഈ ലോകത്തെ ഒരു സൈനിക വിഭാഗത്തിനും എന്റെ സഹോദരനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ രക്തം ചീന്തപ്പെട്ടാലും ശരി, എന്റെ സഹോദരന്റെ രക്തം ചീന്താൻ ഞാൻ അനുവദിക്കില്ല. ആർക്ക് കഴിയും? ഇപ്പോൾ പറയപ്പെട്ട മഹാരഥന്മാരായ ആൾക്കാർ അവരാണ് ജീവിച്ചത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ ചെങ്കോട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ഉലമാക്കൾ അവർ നിരാകരിച്ചുകൊണ്ട് ഈ ലോകത്തെ, ഈ രാജ്യത്തിന്റെ മനുഷ്യർക്ക്
മതസൗഹാർദ്ദത്തോടുകൂടി മാനവികതയോട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭരണം വലിച്ചെറിയുകയും അവരുടെ മാനവികതയ്ക്ക് മനുഷ്യരോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ രംഗങ്ങൾ സജീവമാക്കുകയും ചെയ്തിട്ടുള്ള മഹാരഥന്മാരാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള മുഴുവൻ സത്യത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയും കാംക്ഷികളായ ആൾക്കാർ. ആ നിലയിൽ കൂടിയിട്ട് മാനവികതയെ പിടിച്ചു നിർത്തുക, മനുഷ്യ കുടുംബത്തെ സുരക്ഷിതമാക്കുക, മനുഷ്യരെ ഒന്നായി കാണുക. ആ നിലയിൽ കൂടിയിട്ട് ഒത്തുചേരൽ കൂടിയാകട്ടെ ഈ പറയുന്ന സീറത്തുൻ നബിയുടെ മജ്ലിസ് എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ചോദിച്ചേക്കാം, വിശ്വാസ പ്രമാണങ്ങളുടെയും അടിസ്ഥാനപരമായ കാര്യങ്ങളുടെയും വിഷയത്തിൽ എന്റെ ഈ പറയുന്ന ചർച്ചകളുമായിട്ട് യാതൊരു ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുകയില്ലേ? തീർച്ചയായും ഈമാനിന്റെ ഭാഗമാണ് ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ. മനുഷ്യനോട് നല്ല നിലയിൽ പെരുമാറുക, മുആശറാത്തുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, സത്യം, നീതി, ഇതെല്ലാം ലോകത്തുണ്ടാകണമെന്ന് മുഴുവൻ മനുഷ്യരോടും ഓരോ ജുമുഅ ദിവസങ്ങളിലും പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു നയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നയം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ജുമുഅ ദിവസവും അവസാന വാക്കുകളായി ഉസ്താദുമാർ നിങ്ങളോട് പറഞ്ഞു നിർത്തുന്ന ആയത്താണ്. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് വിലയിരുത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. പരോപകാരത്തെയും മനുഷ്യ കുടുംബത്തെയും ഒന്നായി കണ്ടുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ പിൻപറ്റിക്കൊണ്ട് ലോകത്തെ സത്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി എന്നും നിലകൊള്ളാനുള്ള മാർഗവും സുന്നത്തും ചര്യയുമൊക്കെ പിൻപറ്റി ജീവിക്കാനുള്ള ഭാഗ്യം നബിതങ്ങളെ അയവെക്കുന്ന ഈ പുണ്യമായ സാഹചര്യത്തിലും നമുക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നൽകുമാറാകട്ടെ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഞാൻ അത് വെച്ച ആയത്തിന്റെ പൂർത്തീകരണമാണ്. നിങ്ങളെ കുടുംബങ്ങളാക്കി, ഗോത്രങ്ങളാക്കി നിങ്ങളെ പരിചിതമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവുമായി, സൃഷ്ടാവുമായി ഏതൊരു മാനസികമായ അവസ്ഥയിലാണോ ആ മാനസികമായ അവസ്ഥയിൽ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ സ്ഥാനങ്ങൾ കൽപ്പിക്കപ്പെടുന്നത്. മറ്റൊന്നുകൊണ്ടും, സമ്പത്ത് കൊണ്ടല്ല, രാജ്യം കൊണ്ടല്ല, ഭാഷ കൊണ്ടല്ല, തീവ്രത കൊണ്ടല്ല. എല്ലാത്തിന്റെയും ആകത്തുക എന്നെ പടച്ചിട്ടവനായ പടച്ചവനോട് ഞാൻ നിങ്ങൾ എത്രമാത്രം അടുക്കുന്നു, അതാണ് മാനവികതയുടെ സ്കെയില്, അളവുകോൽ. ആ അളവുകോലിനെ നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിക്കുവാൻ, മനുഷ്യത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ, മനുഷ്യനെ ഒന്നായി കാണുവാൻ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده الحمد لله اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണമെന്നാണ്, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമെന്നാണ്, മുഴുവൻ മനുഷ്യന്മാരെയും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും വഴിയിലേക്ക് നീ അടുപ്പിക്കണമെന്നാണ്, മനുഷ്യ കുടുംബത്തെ നീ ഒന്നാക്കണമെന്നാണ്, മനുഷ്യ കുടുംബത്തെ നീ നന്നാക്കണമെന്നാണ്, മനുഷ്യനെ ഒന്നായി കാണാനുള്ള മാനവികതയുടെ കവാടങ്ങൾ ലോകത്ത് നീ തുറക്കണമെന്നാണ്, ഭീകരതയുടെയും തീവ്രതയുടെയും മുഴുവൻ കവാടങ്ങളും നീ കൊട്ടിയടയ്ക്കണമെന്നാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാരാണെങ്കിലും അവർക്ക് നീ സൽബുദ്ധി കൊടുക്കണമെന്നാണ്, സന്മനസ് കൊടുക്കണമെന്നാണ്, സത്യത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും വഴിയിലേക്ക് ഈ ലോകത്തെ മുഴുവൻ ഭരണസിലാ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ഭരണ നേതാക്കന്മാർക്കും അല്ലാഹുവേ നീ മാനസികമായ ചാഞ്ചല്യം നൽകിക്കൊണ്ട് സത്യത്തിന്റെ, സമാധാനത്തിന്റെ, നീതിയുടെ വഴിയിലേക്ക് അവരെയും നീ അടുപ്പിക്കണമെന്നാണ്. അതുവഴിയായി ലോകത്തും രാജ്യത്തും നീ സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കണമെന്നാണ്. ഞങ്ങളുടെ ഈ ആവശ്യത്തെ നീ തള്ളിക്കളയല്ലെന്നാണ്. ആരോടെല്ലാം ഏതെല്ലാം സ്ഥലങ്ങളിൽ അനീതിയും അക്രമങ്ങളും പ്രവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവർ നീ മാത്രമാണെന്നാണ്. ഞങ്ങൾ നിന്റെ അടിമകളാണെന്നാണ്, ഞങ്ങൾ നിന്നിൽ ഭരമേൽപ്പിക്കുന്നതാണ്. അല്ലാഹുവേ, ഈ നടന്ന എല്ലാ സംഭാഷണങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളോട് ഇവിടെ പറഞ്ഞ ഖബറുകൾ കഴിഞ്ഞുകൂടുന്ന നമ്മളുടെ ഉമ്മമാർക്ക്
നമ്മുടെ പിതാക്കന്മാർക്ക്, ഞങ്ങളുടെ ഉസ്താദന്മാർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, വിശിഷ്യ സമീപത്തായി നമ്മളോട് വിട പറഞ്ഞ നമ്മുടെ മുഹമ്മദ് സാഹിബിന്റെ മാതാവ് അള്ളാഹു അവരുടെ എല്ലാവരുടെയും കബറിടങ്ങളെ സ്വർഗീയ ആരാമങ്ങളായി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മുടെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. ആരെല്ലാം ഈ ദീനി സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, ഈ ദീനിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് ആരുടെയെല്ലാം ഉമ്മമാർ, പിതാക്കന്മാർ, പ്രത്യേകിച്ചും ഞങ്ങളുടെ കൂട്ടുകാരുടെ മാതാവിനും പിതാവിനും നീ പുറത്തു കൊടുക്കണമെന്ന്, അവരുടെ കബറിടങ്ങളെ സ്വർഗീയ ആരാമങ്ങളായി കൊടുക്കണമെന്ന്, ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ കബൂലാക്കണമെന്ന്, ആരെല്ലാം ഇതിനു വേണ്ടി ഏതെല്ലാം പരിശ്രമങ്ങളും ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നാളെ സ്വർഗീയമായ നിധികളാക്കി അവരുടെ പരിശ്രമങ്ങളെയും ത്യാഗങ്ങളെയും നീ കബൂലാക്കണമെന്ന്, ഞങ്ങളുടെ ബലഹീനതകളൊക്കെ പരിഹരിച്ചു തരണമെന്ന്, നന്മയിലുണ്ടാകുവാൻ, കൂട്ടുചേരുവാൻ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും നീ മനോവിശാലത നൽകണമെന്ന്. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وانثانا. اللهم من احييته منا فاحيه على الاسلام ومن توفيته منا فتوفه على الايمان. امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.